ജീവമാത കാരുണ്യ ഭവനിലെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാലോ. തേപ്പുപാറ എന്നൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പേര് പോലെ തന്നെ തേപ്പ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗിരിജ എന്ന ഒരു ഗുണ്ട, ആ ഗുണ്ടയാണ് ആ ഒരു സ്ഥാപനം നടത്തുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകൻ ആ ഒരു സ്ഥാപനത്തിലുള്ള അമ്മയും അച്ഛനും ഉപേക്ഷിക്കപ്പെട്ട 17 വയസ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു. അവർ വിവാഹം കഴിക്കുന്നു. 7.5 മാസം ആകുമ്പോഴത്തേനും പ്രസവിക്കുന്നു. വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അലിഗേഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ പെൺകുട്ടികളെ അവർ മൂത്രമൊഴിക്കുന്ന ഭാഗത്തേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടു അവരെ ഉപദ്രവിക്കുന്നു. ഭക്ഷണം കൃത്യമായി കൊടുക്കുന്നില്ല. ഒരു കുട്ടി പട്ടിണി കിടന്ന് മരിക്കുന്നു. അതുകൂടാതെ തന്നെ ഒരു അമ്മച്ചിയുടെ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ രീതിയിൽ സങ്കടപ്പെട്ടുകൊണ്ട് ആ മക്കളോട്, അതായത് അവരവിടെ കൊണ്ടിട്ട് മക്കളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ എന്നെ വേറെ വല്ല സ്ഥലത്തേക്ക് മാറ്റി, ഞങ്ങൾക്ക് ഭക്ഷണം പോലും തരുന്നില്ല എന്നുള്ളത്. നല്ല രീതിയിൽ ഫണ്ടിങ് നടക്കുന്നത്. അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതുവഴി സമ്പത്ത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല ആളുകൾ ആ ട്രസ്റ്റിലേക്ക് ഫണ്ട് ഇട്ട് കൊടുത്തിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. നല്ല ഫണ്ട് വരുന്ന ഈ ഒരു സ്ഥാപനത്തിലാണ് ഗിരിജ എന്ന ഗുണ്ടമേടം സ്വന്തം മകനെ കൊണ്ട് ഒരു പെൺകുട്ടിയെ ഭോഗിപ്പിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഗിരിജ എന്ന് പറയുന്ന ആ ഗുണ്ടമേടത്തിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് പൊളിച്ചടക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഈ പയ്യനുണ്ടല്ലോ, ഈ ഗിരിജയുടെ മകൻ ഗൾഫിൽ ഒരു അക്കൗണ്ടന്റ് ആണ്. അയാള് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ എങ്ങാനുമാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ആ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. 17 വയസ്സായിട്ടുള്ളൂ. നിങ്ങളെ കാര്യം ആലോചിക്കണം. 17 വയസ്സ് എന്ന് പറയുമ്പോൾ +2 പഠിക്കുന്ന പ്രായമാണ്. ആ ഒരു പ്രായത്തിൽ ഇവൻ വന്ന് അധികം വൈകാതെ തന്നെ ആ ഒരു കുട്ടിയെ മുറിയിലേക്ക് വിളിച്ച് അവന്റേതായ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. പിന്നെ ഇവളുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും ഇവർക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി. അമ്മയ്ക്ക് അറിയാം. ഇവിടെ വരുന്ന ഓരോ കുട്ടികളുടെയും ഫയല് മൊത്തം അമ്മയാ കൈകാര്യം ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇതുപോലെ അറിയാം. അമ്മയ്ക്ക് ഒരു കൊച്ചിനോട് ഇഷ്ടം തോന്നി, അല്ലെ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും എന്റെ മനസ്സിലും അമ്മയുടെ ആ ഒരു ഇതേ വരത്തുള്ളൂ. അവളെ അങ്ങനെ എന്തുവാ ആരും ഒരു ഇല്ലെന്നുള്ള രീതി എന്റെ മനസ്സിൽ വരത്തില്ല, കാണത്തുമില്ല. അതെ, നമ്മൾ അങ്ങനെയൊന്നും കാണത്തില്ല. നമ്മൾ കാണുക എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ ഉണ്ടാക്കി അവളുടെ കയ്യിൽ കൊടുക്കും. അവൾ നേരെ വന്നത് തുറന്ന് റൂമിലേക്ക് കയറി വന്നിട്ട് അവിടെ തമാശയും കളിയും വർത്താനൊക്കെ ആയിട്ട് അക്കുത്തിക്ക താനവരമ്പത്ത് എന്നുള്ള കളിയൊക്കെ കളിച്ചിട്ട് അവിടെ ഇരിക്കും. നേരം വെളുക്കുമ്പോഴത്തേന് ആളുകളൊക്കെ വരുന്നതിന് മുന്നേ തിരിച്ചു കൊണ്ടുപോയി അങ്ങോട്ടാക്കും. ഈ അമ്മ ഭയങ്കര അമ്മയാണ് കേട്ടോ. കാരണേ ഇങ്ങനെ ഈ ഒരു സ്വന്തം സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അറിഞ്ഞില്ല എന്നാ പറയുന്നത്. കൊള്ളാം. എന്തായാലും നമുക്കിനി ആ ഞെട്ടിക്കുന്ന ആ ഒരു വോയിസ് ഒന്ന് കേട്ടോക്കാം. അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാ അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങൾക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടുവോ അവിടത്തെ. ആ മെയിൻ ഗ്രില്ല്, ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവൾ ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് ഇറന്നിട്ട് അങ്ങനെ ഇറങ്ങി ആ ചേട്ടന്റെ റൂമിൽ പോവായിരുന്നു. എപ്പടി ഇருக்கு? കൊള്ളാല്ലേ, അടിപൊളി. 17 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ അവൻ ഉണ്ടാക്കി കൊടുത്തു. അവൻ നാട്ടിൽ വന്നിട്ട് ആകെ 3 മാസമായിട്ടുള്ള 3 മാസത്തിന്റെ ഉള്ളിൽ ആ കുട്ടിയെ വലയിലാക്കി അവൻ അവന്റേതായ രീതിയിലുള്ള ഉപയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഇടയിൽ എപ്പോഴോ തലയിൽ കുടുങ്ങിയതാണ് എന്ത്, ആ ഒരു പ്രഗ്നൻസി. എത്ര മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞത്? 7 കഴിഞ്ഞപ്പോഴത്തേന് 8 മാസം 2-3 ദിവസം കൂടെ. 8 മാസം 2-3 ദിവസം കൂടെ. ഇതിന്റെയൊക്കെ തലതൊട്ടപ്പനാണ്. ഇതൊക്കെ ചെയ്തു വെച്ച അവൻ അട്ടം നോക്കിയിരിക്കുക. തൊട്ടടുത്തിരിക്കുന്ന ആളുകളാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കൊള്ളാം, അടിപൊളി. 3 മാസം കൊണ്ട് അവൻ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം ഉപയോഗിച്ചു. അറിയാതെ അടിയിലും പിടിച്ചു. അടിയിൽ പിടിച്ചപ്പോ എന്തായി? അത് അതുമായി. പിന്നെ ഒരു രക്ഷയില്ല, കെട്ടിച്ചു കൊടുക്കാൻ പാകമുള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി രസകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ ഒരു അമ്മച്ചി ഗിരിജ മേഡം അങ്ങോട്ട് ഇവനോട് പറഞ്ഞതത്രേ, എടാ ആ ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ ആരും ഇല്ലാത്തല്ലേ, നീ അങ്ങോട്ട് കെട്ടിക്കടാന്ന്. അപ്പൊ ഇവന് പിന്നെന്താ, മമ്മിച്ചി പറഞ്ഞാ പിന്നെ എന്താ നോക്കാനുള്ളത്, ഞാൻ അങ്ങ് 2 കൈ നീട്ടി സ്വീകരിക്കാം. കാരണം ഓൾറെഡി ഇവിടെ വടക്കോറം തുറന്നെടുത്തിട്ട് ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണ്ടേ. അങ്ങോട്ട് പറഞ്ഞാണോ? ഇല്ല, അമ്മ ആദ്യം പറഞ്ഞു. പിന്നെ അനാമിക ആണെന്നും എന്നോടും ആദ്യം പറഞ്ഞായിരുന്നു. അനാമിക ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന്, അനാമിക മരുമോളാക്കണമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഉണ്ണിയേട്ടനോട് പറയുന്നതിന് മുന്നേ എന്നോടാ പറഞ്ഞത്. ഞാന് ഉണ്ണിയേട്ടനോട് സംസാരിക്കുന്നത്. അപ്പൊ സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? ഇല്ല, ആദ്യം ഒന്നും സമ്മതിച്ചില്ല. ആദ്യമൊക്കെ പറഞ്ഞ എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞങ്ങൾ പിന്നെ കളിയാക്കും ഇങ്ങനെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ സംസാരിക്കും. ഒരു വിഷയം വരുമ്പോഴേക്കും ഞങ്ങൾ ആ വിഷയം എടുത്തിടുമായിരുന്നു. എന്റെ പൊന്നെ, അമ്മ പറയാ അത്രേ,
മോനെ നീ അതിനെ കെട്ടടാ, അനിയത്തിനോട് പറയാം ഒന്ന് പറയടാ കെട്ടാനെന്ന്. അപ്പൊ അവൻ പറയേയ് ഞാൻ കെട്ടൊന്നുമില്ല, ഞാൻ കളിച്ച് നടക്കണ പ്രായമല്ലേ, ഞാൻ നന്നായിട്ട് കളിച്ച് നടക്കട്ടെ മമ്മിജി എന്ന് പറഞ്ഞു. ഓൾറെഡി ഇവിടെ ചാവി കൊടുത്തിട്ട് രാത്രി കാലങ്ങളിലുള്ള കളികേളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ചായ കുടിക്കാൻ ഒരു ചായത്തോട്ടം വാങ്ങേണ്ട കാര്യമില്ലല്ലോ, ഉവ്വോ അല്ലേ? ഓവനാ ചിന്തിച്ചേ. പക്ഷെ എന്ത് ചെയ്യാനാ, നിർഭാഗ്യവശാൽ ഒന്ന് പാളിയതാണ് ആകെ പണിയായത്. ഇനി ഈ പറയുന്ന ഗിരിജ മേഡം കെട്ടിക്കാൻ പറഞ്ഞ ഗിരിജ മേഡത്തിന്റെ ഒറിജിനൽ സ്വഭാവം ഒന്ന് കേട്ടു നോക്കി. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച് മേഡം ഒന്നാണ്ട് കണ്ട് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു, ഈ വൃത്തികെട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു. അവളെ പറ്റി കുറെ മോശമായിട്ട് പറയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് എന്നെ കെട്ടിച്ചു കൊടുക്കാൻ. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുത്ത് അതിലെ പ്രതി അവള്. അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ചു കൊടുക്കാൻ കേൾക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പറയായിരുന്നു. അങ്ങനെ ഒരിക്കലും അവിടുത്തെ മേഡം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇവളങ്ങനെയാണ്, ഇവള് പിച്ചക്കാരിയായ ഇവളുടെ അച്ഛന് ഇവളെ വേണ്ടെന്ന് പറഞ്ഞെന്ന്. അച്ഛനാണെങ്കിൽ എന്നിട്ട് മേഡത്തിന്റെ കയ്യിൽ പൈസ ചോദിച്ചു, അത്രയ്ക്കും പിച്ചക്കാരനാ, അച്ഛനൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്നത്. അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ ഇവളെ പറ്റി പറഞ്ഞു. ആ പെൺകുട്ടിയുടെ ആരോ കഞ്ചാവ് കേസിൽ പ്രതിയാ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പൊ കുത്തി പൊന്നുന്നുണ്ട്. അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഡാഡി മമ്മി ഉപേക്ഷിച്ച് പോയതാണ്. ഇപ്പൊ ഡാഡി ഗിരിജ മേഡത്തിന്റെ അടുത്ത് വന്നിട്ട് പൈസ ചോദിച്ചത്രേ. ഇതൊക്കെയാണ് പറഞ്ഞത്. പിച്ചക്കാരി ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ എന്റെ മോന് കെട്ടിച്ചു കൊടുക്കാൻ വയ്യ, താല്പര്യമില്ല എന്നൊക്കെ ബാക്കിൽ കൂടെ പറഞ്ഞ അതേ ആൾ തന്നെയാണ് ഇന്റർവ്യൂവിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ തന്നെയാണ് എല്ലാത്തിനും മുന്നിൽ നിന്ന് കൊടുത്തത്, എന്റെ മകനാണ് പിന്നാമ്പുറത്ത് കൂടെ ഓളെ കയറ്റിയത്. എന്താ രസല്ലേ, കൊള്ളാം കൊള്ളാം, അടിപൊളി. പിന്നെ നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമില്ല. ഇപ്പൊ അനാമികയ്ക്കാണെങ്കിലും ഇപ്പൊ ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ സഹോദരി ഉണ്ട്, എന്റെ അളിയനുണ്ട്. ഇവിടെ ഇത്രയും പേരുണ്ട്, എത്ര സഹോദരിമാരുണ്ട് ഇവിടെ. പിന്നെ അല്ല, എത്ര സഹോദരിമാരുണ്ട് ഇവിടെ. നീ എല്ലാവരും ആ രീതിയിലാണോ മോനെ കണ്ടെത്തുള്ളത്? ചോദിക്കുകയാണേ. നിന്റെ വൃത്തികേടുകളൊക്കെ ഒരാളെ തലയിലേക്ക് വെച്ച് കൊട്ടി. അതുകൊണ്ടപ്പോ ഞാൻ ഈ മുഖം കാണിക്കാത്ത. എന്താ ശിവൻ പറഞ്ഞല്ലോ, ജീവിക്കാനെന്നുള്ളത്. ജീവിക്കണം, നീ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ജീവിക്കണം. ആ പെൺകുട്ടിയെ കൂടെ തന്നെ ജീവിക്കണം. ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് നീ ആയിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, എന്താവട്ടെ, താൻ ചെയ്യുന്ന പാപത്തിൻ കർമ്മം താൻ തന്നെ അനുഭവിച്ച് തീർക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ വീഡിയോസ് ആളുകൾ ഇപ്പൊ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ആരും ശ്രദ്ധിക്കൂല. പക്ഷെ അനാഥാലയത്തിന്റെ മറവിൽ അനാഥാലയം നടത്തുന്നു. ആ ഒരു അനാഥാലയത്തിലുള്ള പെൺകുട്ടിക്കാണ് ഇമ്മാതിരി ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ ലൈഫ്, ഇവൻ ഗൾഫിൽ പോകാൻ നിൽക്കുന്ന ആളാ. ഇവൻ ഇതും കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ എന്താവും? ഇവൻ ചിലപ്പോ മിക്കവാറും തിരിച്ചു വരില്ല. അപ്പൊ ഇവർക്ക് പേടിയായി. കാരണം ഈ ഒരു ഇതിന്റെ പിന്നിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ട്രസ്റ്റിലേക്ക് ഫണ്ട് വരുന്നുണ്ടാവും. ഈ ഫണ്ടൊക്കെ ഒന്നാകെ അണ്ണാക്കി കുത്തി കയറ്റുകയാണ്. അവിടെ ആള് പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട്, ഒരമ്മച്ചി കരയുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ആകെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. കൃത്യമായിട്ട് ഗവൺമെന്റ് ഇതിലൊരു ഇടപെടൽ നടത്തണം, ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തണം. അപ്പൊ എന്തായാലും കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ രീതിയിലല്ല, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോഴാണ് ആദ്യം പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യമാണ് അല്ലേ. അപ്പൊ അവൻ പറയുകയാണ്, ഇനി അങ്ങോട്ട് ജീവിക്കണം, നീ ജീവിക്കടാ, അരിയുണ്ടൊക്കെ തിന്ന് പുറത്ത് വന്നിട്ട് ജീവിക്കി. അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ കളിയാക്കിയായിരുന്നേ. അപ്പൊ ആ ദേഷ്യത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മേഡത്തിനോടുള്ള ദേഷ്യത്തിൽ അവളും ഉന്നേറ്റനും കൂടെ ഇറങ്ങിപ്പോയായിരുന്നു അവിടുന്ന്. എവിടെ പോയായിരുന്നു? ഇറങ്ങിപ്പോയി അവിടുന്ന്, ഇറങ്ങിപ്പോയി. സ്വർണ്ണം അതൊക്കെ എടുത്തിട്ടാ പോയി. പിന്നെ അടൂർ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ തിരിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ. അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധം, ചുരുക്കം അല്ലേ? ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത്. അപ്പൊ അതാണ് ഗിരിജ മേഡം, ഗിരിജ മേഡത്തിന്റെ ഒരു പ്രത്യേകത. എന്തായാലും കുടുങ്ങി. ഈ സ്ഥാപനം പൂട്ടിപ്പോയ എന്താ ഉണ്ടാവാൻ പോണത്? ഇവൻ മുങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലും കെട്ടിച്ചു കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കാന്നുള്ളതാണ്. അതിനിടയിൽ തലയിലായതുകൊണ്ട് ഓന് ഊരാൻ പറ്റിയില്ല, മൊത്തത്തിലാകെ മൂഞ്ചി. ഇപ്പൊ നല്ല കളി ഇപ്പൊ എന്തായി, കളിച്ച് 1.5 കളിയാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും ജയിലിൽ കിടന്ന അരിയൊക്കെ തിന്നിട്ടേ, അരിയല്ല, അവിടെ നല്ല അടിപൊളി ഫുഡാന്നാ പറയുന്നത്, അതൊക്കെ തിന്നിട്ട് തിരിച്ചു വായോ. എന്തായാലും ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ആ ഒരു സ്ത്രീയെ പുറത്താക്കുക. ആ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ ഇവിടെയുള്ള സർക്കാർ മുന്നിട്ട് വരിക. അത് മാത്രമേ പറയാനുള്ളൂ. പല ആളുകളും പറയുന്നു അവർ ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് എന്നുള്ളത്. അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാലോ. കാരണം അത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. അനാഥാലയത്തിന്റെ പിന്നിലാണ് ഇമാതിരി മറ്റേടത്തെ പരിപാടി നടന്നിട്ടുള്ളത്. അത് കൈയും കെട്ടി നോക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ ഒരു കാര്യമല്ല. ഈ വീഡിയോ ചെയ്യാൻ ഞാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുന്ന ടൈമിലാണ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം റീച്ച് ഡൗൺ ആണ്. കാരണം ശരിയായ രീതിയിലുള്ള നല്ല വീഡിയോസ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് പോയതാന്നുള്ളതാണ്. അപ്പോ ജീവമാതാ കാരുണ്യ ഭവൻ
ഇത് എത്രത്തോളം വിഷാംശം നിറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു എന്ന് മനസ്സിലായില്ലേ. അവിടെയുള്ള അന്തേവാസികൾ ആരൊക്കെയാണ് പ്രശ്നക്കാരെന്ന് നമുക്ക് മനസ്സിലായി. ഇതിന്റെ ഓണർ തന്നെയാണ് പ്രശ്നക്കാരി. അവരുടെ മകനെ കൊണ്ട് ആ ഒരു സ്ഥാപനത്തിലുള്ള ഒരു പെൺകുട്ടിയെ, ഒരു അനാഥയായ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ച് അവസാനം തലയിലായപ്പോ ഇപ്പോ ഡയലോഗ് അടിച്ച് വരികയാണ്. ആ സ്ഥാപനത്തിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ അലിഗേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ മൂത്രമൊഴിക്കുന്ന അവരുടെ അവയവത്തിന്റെ മുകളിൽ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ എറിഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ പറയുന്നു. അതേപോലെ പട്ടിണി കിടന്നിട്ട് പോലും ആള് മരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് അച്ഛനോടും അമ്മയോടൊന്നും താല്പര്യമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ കൊണ്ടാക്കാറുണ്ടല്ലോ, കൊണ്ടുപോയി ഒഴിവാക്കി പോവാറുണ്ടല്ലോ. ആ ഒരു സമയത്ത് ദയവ് ചെയ്തിട്ട് മനുഷ്യത്വമുള്ള ആളുകളുള്ള സ്ഥലങ്ങളിലേക്ക്, എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു സ്ഥാപനം അത് ഗാന്ധി ഭവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാടുണ്ടാവാം, പലതും നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്നാലും പറയാ, ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഗാന്ധി ഭവനിലെ ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്തോ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു വല്ലാത്ത സ്നേഹം എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ളടത്ത് ഉണ്ടാവും കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കെ, ഞാൻ നിന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്ന് ചൂഷണം ചെയ്യാം. ശാരീരികമായിട്ട് 17 വയസ്സിൽ ആ പെൺകുട്ടി ഉപയോഗിച്ചു. 7.5 മാസത്തിൽ ആ ഒരു കുഞ്ഞ് പ്രസവിച്ചു. ഇപ്പോ പോക്സോയും മറ്റു കേസും ഒക്കെ ആയിട്ട് അവൻ ജയിലിൽ കിടന്ന് അനുഭവിക്കാനും പോവുകയാണ്. അവൻ ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് ഈ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ നോക്ക് തന്നെ വേണ്ടി വരും. അവനെങ്ങാനും നോക്കാതെ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ കൈയുടെ ചൂട് മോൻ അറിയും, അത്ര തന്നെ. ഇങ്ങനെയുള്ള ഗിരിജമാരെയൊക്കെ എല്ലാവരും നോക്കി വെക്കണം, നല്ലതാണ്, അത്ര പറയുന്നുള്ളൂ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.